Hello dear friends, welcome back to SULUZ DIARIES. ഞാൻ അശ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിങ്കോണിയം പ്ലാന്റിനെ പറ്റിയിട്ടാണ്. സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം. ഈ കാണുന്നതാണ് സിങ്കോണിയത്തിൻ്റെ നോർമലി എല്ലായിടവും കാണുന്ന വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി. അതുപോലെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡുകളിൽ സിങ്കോണിയം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു സിങ്കോണിയം. നോർമലായിട്ട് നമ്മുടെ പറമ്പിൽ വരെ കാണുന്ന സിങ്കോണിയമാണ്. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്ന നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ് ഈ ഒരു സിങ്കോണിയം. ഇതിൻ്റെ കുറച്ച് ഏജാവുന്ന ലീഫുകളാണ് ഇതുപോലെ 3 ലീഫുകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ ലീഫുകൾ, പ്രായം കുറഞ്ഞ ലീഫുകൾ കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. പുതിയതായിട്ട് വരുന്ന ലീഫുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് വെരിഗേറ്റഡായിട്ട് നല്ല ഭംഗിയാണ്. കുറച്ച് ഏജായി കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിപ്പവും വെക്കും, നല്ല ഗ്രീനായിട്ട് വരികയും ചെയ്യും. ഇതിൽ 3ആയിട്ട് തിരിയുകയും ചെയ്യും, നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ തണലുള്ള സ്ഥലത്ത് വെക്കുവാണെങ്കിൽ ലീഫുകൾ ഇതുപോലെ ഒരു വൈറ്റ് വന്നിട്ട് ഒരു വെരിഗേറ്റഡായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ പ്ലാന്റ് കുറേ നാളായിട്ട് നല്ല വെയിലത്തായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ലീഫുകളും നല്ല ഗ്രീൻ കളറിലിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് തണലത്തോട്ട് മാറ്റിയപ്പോൾ പുതിയതായിട്ട് വരുന്ന ലീഫുകളിൽ ഒരു വെരിഗേഷനായിട്ട് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നല്ല ലീഫിൽ നല്ല പിങ്ക് കളറിലുള്ള ഒരു സിങ്കോണിയമാണ്. ഈ ചോക്ലേറ്റ് സിങ്കോണിയം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ലൊരു ക്രീപ്പറാണ്. നമുക്കിങ്ങനെ വളർത്താം, വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്താം. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല, നല്ലതായിട്ട് വളരും. നമ്മൾ ഇൻഡോറിൽ വെച്ചാൽ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിനെ പോലെ പെട്ടെന്ന് കേടുവരത്തില്ല, നന്നായിട്ട് ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കണം ഇൻഡോറിൽ വയ്ക്കുവാണെങ്കിൽ. പക്ഷെ നേരത്തെ കാണിച്ച ഗ്രീൻ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇൻഡോറിൽ വളരും. ഈ പിങ്ക് വെറൈറ്റിയിൽ പുതിയ വരുന്ന ലീഫുകൾക്കാണ് ഇതുപോലെ നല്ല പിങ്ക് ഷെയ്ഡ് വരുന്നത്. അതുപോലെ കുറച്ച് പഴയ ലീഫുകൾക്ക് ഇതുപോലെ ഈ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ട് ഒരു ഗ്രീൻ വിത്ത് ഈ ഒരു പിങ്ക് കളറായിട്ടാണ് വരുന്നത്. ഇതിനെ ബുഷാക്കി തന്നെ നിർത്തുവാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് ബുഷിയായിട്ടിരിക്കും. ഇത് ഞാൻ ചുമ്മാ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ചുമ്മാ ക്രീപ്പറായിട്ട് കയറ്റി വിട്ടിരിക്കുന്നതായിരുന്നു. ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഗ്രീനിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്ലോ ആണ്. കുറച്ച് സ്ലോ ആയിട്ടാണ് ഇതിങ്ങനെ വള്ളികളായിട്ട് വരാറുള്ളത്. ആദ്യം കുറച്ച് നാൾ ബുഷായിട്ട് തന്നെ നിൽക്കത്തതേ ഉള്ളൂ. കുറേ നാളിന് ശേഷമാണ് ഇതുപോലെ വള്ളികൾ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വള്ളികളായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോ ലീഫ് നമുക്ക് ഒരു തൈയായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ റൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് സെപ്പറേറ്റ് പ്ലാന്റായിട്ട് വെക്കാം. വേണമെങ്കിൽ ബുഷായിട്ട് ഒറ്റ പ്ലാന്റായിട്ട് അങ്ങനെ വേണമെങ്കിൽ നടാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോ ലീഫും റൂട്ടും ഉള്ള ഭാഗം വെച്ചിട്ട് ഓരോ തൈകളാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു ചട്ടിയിൽ ഞാൻ പണ്ടൊരു ലീഫ് ചുമ്മാതെ ഇട്ടിരുന്നതാണ്. ഇതിപ്പോൾ ഒരു പിങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി വരുന്നതും ഉണ്ട്. അപ്പോൾ ഇത് ചുമ്മാതെ ഇട്ടിരുന്നാൽ തന്നെ നന്നായിട്ട് കിളിക്കുന്ന പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം പ്ലാന്റ്. ഇപ്പോൾ ആ ഒരു ചെറിയ ലീഫ് വന്നിട്ട് നല്ല ബുഷായിട്ട് വരുന്നുണ്ട്. ഈ ലീഫുകളാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ ലീഫുകളായിട്ട് മാറുന്നത്. ഈ സിങ്കോണിയത്തിന് തന്നെ ഒരുപാട് മിനിയേച്ചർ ടൈപ്പുകളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് അവൈലബിൾ അല്ല. ഇത് പോഡോഫൈലം മിനി പിക്സി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൽ തന്നെ വരുന്ന നമ്മുടെ ലീഫിൻ്റെ വെയിൻസിൽ ചെറിയ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി. ഇതുപോലെ തന്നെ ലീഫ് ഷേപ്പ് വരുന്ന ഇതുപോലെ വെയിൻസ് പിങ്ക് അല്ലാത്ത ടൈപ്പാണ് ഈ കാണുന്നത്. ഇതും രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കുവാണ്, പക്ഷേ രണ്ടും 2 വെറൈറ്റിയാണ്. ഇത് ഒരുപാട് പടരുന്ന ടൈപ്പല്ല, കുറച്ച് ബുഷായിട്ട് വളരുന്ന ടൈപ്പ് സിങ്കോണിയമാണ്. നേരത്തെ നമ്മൾ കണ്ട 2 വെറൈറ്റിയും കുറച്ച് നല്ല ക്രീപ്പറായിട്ട് വളർന്ന് പടർന്നു പോകുന്ന ടൈപ്പാണ്. പക്ഷേ ഇതാണെങ്കിൽ നല്ല ബുഷായിട്ട് നമ്മുടെ ചട്ടി നിറഞ്ഞു നിൽക്കും. ഈ ഒരു ടൈപ്പ് സിങ്കോണിയത്തിന് ഒരുപാട് ലൈറ്റ് ആവശ്യമില്ല. ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ അത്ര നന്നായിട്ട് വളരത്തില്ല. കുറച്ച് നല്ല തണലിലിരിക്കുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള ലീഫുകൾ കിട്ടുകയും ചെയ്യും. ഈ ഒരു ടൈപ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് തൈകൾ പൊട്ടി കിളിക്കും. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു തണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്ലോണിയമൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നായിട്ടൊക്കെ റൂട്ടുകൾ വരും. അപ്പോൾ ആ ഒരു റൂട്ടിൻ്റെ ഭാഗമൊക്കെ വെച്ചിട്ട് നമുക്ക് പീസുകളാക്കിയിട്ട് സെപ്പറേറ്റ് പ്ലാന്റ് ആക്കിയിട്ട് നടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരുപാട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ ഹൈറ്റ് വെച്ച് വരുന്ന ഓരോ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇത്രയധികം പ്ലാന്റുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അധികം വള്ളികൾ ഉണ്ടാവത്തില്ല, ഇതുപോലെ ബുഷായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. നമുക്ക് സിങ്കോണിയം വേണമെങ്കിൽ ഹാങ് ചെയ്തിട്ട് വിടാം. ഞാൻ ജസ്റ്റ് ബുഷാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഹാങ് ആയിട്ടില്ല, ഇനി ഹാങ് ആയിട്ട് വരും.
ഇത് മേരി എല്യൂഷൻ എന്ന് പറയുന്ന ആരോഹെഡ് ആണ്. നമ്മുടെ സിങ്കോണിയത്തിനെ പൊതുവെ ആരോഹെഡ് പ്ലാന്റ് എന്ന് പറയാറുണ്ട്. കാരണം ഇതിൻ്റെ ലീഫുകളിൽ ഇങ്ങനെ നമ്മുടെ ആരോഹെഡ് ഷേപ്പ് വരുന്നത് കൊണ്ട് ഇതിന് ആരോഹെഡ് പ്ലാന്റ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇതും ബുഷായിട്ട് നിൽക്കുന്ന ടൈപ്പ് സിങ്കോണിയമാണ്. ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. നല്ല ബുഷായിട്ട് വളരും. ഇത് ഞാൻ ഇൻഡോറിൽ തന്നെ വെച്ച് വളർത്തിയെടുത്തതാണ്. ഇതിന്റെ ചുവട്ടിൽ നിന്ന് തൈൽ ധാരാളമായിട്ട് പൊട്ടിക്കളിക്കുമ്പോൾ നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഇത് ബട്ടർഫ്ലൈ അല്യൂഷനാണ്. ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. പക്ഷേ ഇതിന് സെൻറ്ററിലായിട്ട് ചെറിയൊരു പിങ്ക് വെയിൻസ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക് പോലെ ഇരിക്കുവാണ് ശരിക്കും ഇതിൻ്റെ ലീഫുകൾ. അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിതും. പുതിയ ലീഫുകൾക്ക് ഇതുപോലെ ലൈറ്റ് ഗ്രീനിൽ നല്ല പിങ്ക് വെയിൻസ് വരും. കുറച്ച് ഏജ് ആയിട്ടുള്ള ലീഫാണെങ്കിൽ ഡാർക്ക് ഗ്രീനിൽ, ഒരുപാട് ഡാർക്ക് അല്ല എങ്കിലും പുതിയ ലീഫുകളെ അപേക്ഷിച്ച് കുറച്ച് ഡാർക്കാണ്. ഇതുപോലെ ഡാർക്കായിട്ടുള്ള ഷേപ്പിൽ പഴയ ലീഫുകളും വരും. ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വള്ളികളായിട്ട് പടരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഓരോ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ അതുപോലെ ഒരു ലീഫിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു തൈയായത്. അപ്പോൾ ഇതിൽ നിന്ന് പുതിയ റൂട്ടുകൾ വന്നിട്ടുണ്ട്, അതുപോലെ പുതിയൊരു ലീഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് റൂട്ടുകൾ വന്നതിന് ശേഷം നമുക്ക് മണ്ണിലോട്ട് മാറ്റി നടുവാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ചുവട്ടിൽ നിന്നായിട്ട് ധാരാളം തൈകൾ പൊട്ടിക്കളിക്കും. അന്നേരം നമുക്ക് മാറ്റി വെച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതാണ് സിങ്കോണിയം വെൻഡ്ലാൻഡി. ഇത് നല്ല ഗ്രീൻ ലീഫാണ്. നടുക്കുന്ന ഇങ്ങനെ വൈറ്റ് കളറിലുള്ള വെയിൻസ് വരും. ഇതിനെ നമുക്ക് ബുഷായിട്ട് വേണമെങ്കിലും വളർത്താം, ഇല്ലെങ്കിൽ പൈപ്പിലൊക്കെ കയറ് ചുറ്റിയിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം. സിങ്കോണിയത്തിൻ്റെ പോട്ടി മിക്സർ നമ്മൾ സാധാരണ കലാത്തിയിലും അഗ്ലോണിമയിലും കൊടുത്ത സെയിം പോട്ടി മിക്സർ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. ചകിരിച്ചോറ്, അതിൽ വെർമി കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് മണ്ണ് അല്ലെങ്കിൽ മണൽ, അതിൻ്റെ കൂടെ വേണമെങ്കിൽ കരി ആഡ് ചെയ്യാം. ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ മണ്ണിൽ ആദ്യം കാണിച്ച ഗ്രീൻ വെറൈറ്റി വേണമെങ്കിൽ സാധാരണ മണ്ണിൽ വളരുന്നതാണ്. ഈ വെറൈറ്റി ടൈപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പോട്ടി മിക്സറിലായിരിക്കും കുറച്ചുകൂടി നല്ല ഗ്രോത്ത് കിട്ടുന്നത്. സിങ്കോണി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ മണ്ണിൽ സെറ്റ് ചെയ്യാം. വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുമ്പം ഇൻ കേസ് ഇതിനകത്തുനിന്ന് വള്ളി വല്ല വീശുവാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ ബുഷായിട്ട് നിൽക്കും. സിങ്കോണിയത്തിന് ഫാസ്റ്റ് ഗ്രോത്ത് ആയതുകൊണ്ട് വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും, നല്ല കളർഫുൾ ആക്കി എടുക്കാനും പറ്റും. സിങ്കോണിയം പ്ലാന്റ്സ് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇൻഡോറിൽ വളർത്താം, അതുപോലെ ഔട്ട്ഡോറിലും വളർത്താം. ഇൻഡോറിലാണെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ള സ്ഥലത്ത് വളർത്താവുന്നതാണ്. അതുപോലെ ഔട്ട്ഡോറിലാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ലീഫുകൾ ഇരിക്കും. ഒരുപാട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല പ്ലാന്റ്. പക്ഷേ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവുകയും ലീഫിൽ കളർ വേരിയേഷനൊക്കെ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സിങ്കോണി നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് നമുക്ക് ചാണകപ്പൊടി മാസത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാണകപ്പൊടി ഏതെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലീഫുകൾ കുറച്ച് നല്ല രീതിയിൽ വലിപ്പം വയ്ക്കുകയും നല്ല കളർഫുള്ളായിട്ട് തോന്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും സിങ്കോണിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ വളരും. ചില റെയർ വെറൈറ്റികളൊക്കെ നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ വളരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.